മഴ കാരണം ഇവിടെ നിൽക്കാൻ വയ്യ. പക്ഷെ ഇപ്പം കുറച്ച് കുറഞ്ഞു. അപ്പോൾ കോട ഇറങ്ങി കണ്ട. കംപ്ലീറ്റ് കോടയാണ്. ഫസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് മുകളിലാണ് സെക്കൻഡ് വ്യൂ പോയിന്റ്. അപ്പോൾ കണ്ട, നമുക്ക് വണ്ടി കയറ്റി വെച്ചിട്ട് കിട്ടില്ല വ്യൂ. എങ്ങനെയുണ്ട്? അവിടെ നിന്നേ തുടങ്ങാം. ഇവിടെ ആന ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അടിപൊളി സ്കൂൾ. ഓ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വ്ളോഗിലേക്ക്. നമ്മളിന്നൊരു ചെറിയ മോട്ടോ വ്ളോഗാണ്, ട്രാവൽ വ്ളോഗ്. ഇപ്പോൾ നമ്മളുള്ളത് അമ്പനാട് ഹിൽസ്. നമ്മൾ തെന്മല കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ. ബാക്കി ഇത് പോകുന്ന വഴിയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ ഉണ്ട്. 13 കിലോമീറ്റർ. ഇതെൻ്റെ ഫ്രണ്ട് സന്തോഷ്. അപ്പോൾ അവൻ്റെ വണ്ടി വന്നിട്ട് പുതിയതായിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയതേ ഉള്ളൂ ഇറക്കിയിട്ട്. വീസ്ട്രോം 250. നിങ്ങൾ ചാനൽ ഫസ്റ്റ് ടൈം ആണ് വരുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു ചാനൽ ആൻഡ് ഡു ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ ഗൈസ്. സോ ഗൈസ്, ഇതാണ് വഴി. നമ്മൾ തെന്മല ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്ത് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കയറുന്ന വഴിയാണിത്. അപ്പോൾ ഇതിലേക്ക് കൂടെ ഏകദേശം ഇനി ഒരു 15 കിലോമീറ്റർ ഉണ്ട് ഹിൽ ടോപ്പിലേക്ക്. പക്ഷേ ഇവിടെ വരുന്ന വഴിയേ ചെറുതായിട്ടൊരു ലാൻഡ് സ്ലൈഡ് കണ്ടാ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു സ്ട്രീമുണ്ട്. ആ സ്ട്രീമിൽ നിന്ന് പൊട്ടി ഒലിച്ച സംഭവമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ മഴയത്തായിരിക്കും പൊട്ടി ഒലിച്ചത്. കണ്ടാ, നല്ല കുത്തൊഴുക്കായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഗോപ്രോയിൽ കാണിച്ചു തരാം. ഇവിടെ നമ്മളൊരു വെള്ളം കുടിക്കാനുള്ള ബ്രേക്ക് എടുത്തതാണ് ഗൈസ്. അപ്പം ഇവിടുന്ന് കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നിർത്തേണ്ട കാര്യമില്ലല്ലോ, നേരെ ഡയറക്റ്റായിട്ട് അങ്ങ് പോയാൽ മതി. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ വീക്കെൻഡ് മാത്രമേ ഓഫുള്ളൂ. അപ്പം നമ്മുടെ വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ എങ്ങനെ ഒരു ഉണ്ട് വീക്കെൻഡ് റൈഡിന് ഇറങ്ങിയതാണ് ഗൈസ്. ഡോറൊന്നും അടങ്ങിയിട്ടില്ല. ഈ കാറുണ്ടോ, ഇവരൊക്കെ പോകുന്ന ഡോറ് അടയ്ക്കുന്ന ഒന്നും ശ്രദ്ധിക്കത്തില്ല. എനിക്ക് ഡോർ അടഞ്ഞിട്ടില്ല. ഡോറ് പറ. അപ്പോൾ ഇതാണ് റൂട്ട്. റോഡ് നല്ല വലിയ ക്വാളിറ്റി ഒന്നുമില്ല. ഒന്നുമില്ലടാ, ഇനി മറ്റേ ജീപ്പേ ഉള്ളൂ. ജീപ്പ് നമ്മുടെ പോയിട്ട് വരുമ്പം തരാം. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഏരിയ എൻ്റർ ചെയ്തു. അപ്പോൾ ഇതാണ് വഴി. വലിയ ക്വാളിറ്റി കാണാനൊന്നുമില്ല, നല്ല കട്ടറാണ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടാറുണ്ട്, അത് മാത്രമേ ഒരു അഡ്വാൻറ്റേജ് ഉള്ളൂ. പക്ഷേ കട്ടറിനും കുടിക്കും ഒരു കുറവില്ല. അതിപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് എവിടെ ഇറങ്ങിയാലും റോഡിന് ഒരു കട്ടർ മാത്രമേ ഉള്ളൂ, റോഡില്ല. താങ്ക്സ് ടു അവർ ഗവൺമെൻറ് റൈറ്റ്. പിന്നെ ജീത്തോമിന് ഈ വെട്ടിപ്പൊളിഞ്ഞ റോഡൊന്നും ഒരു പ്രശ്നമല്ല, അത് കയറി പോവും. കാരണം അത് അങ്ങനെയുള്ളൊരു വണ്ടിയാണല്ലോ. ഇതെന്ന് പറയണത് മറ്റേ നമ്മുടെ റബ്ബർ പാല് കൊണ്ടുവന്ന വണ്ടിയാണ്, ഹാരിസൺ മലയാളം ലിമിറ്റഡ്. അവരുടെ ആണെന്ന് തോന്നുന്നു. എൻ്റെ കപ്പാസിറ്റി എത്രയാണ് പറയാം, 3500 ലിറ്റർ. കാരണം ഇവിടെ കംപ്ലീറ്റ് ആവണ്ട റബ്ബർ പ്ലാന്റേഷനാണ്. ഇടയ്ക്കിടയ്ക്ക് റൈഡ് അടിക്കുമ്പോഴാണ് നമ്മുടെ സ്ട്രെസ്സൊക്കെ പാതി പോകും. ലൈഫിലെ സ്ട്രെസ് ആയാലും വർക്ക് ലൈഫിലെ സ്ട്രെസ് ആയാലും. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാ. ഇത്രയും കിടിലം വ്യൂ കിടക്കുമ്പോൾ എങ്ങനെ ഒരു ഫോട്ടോ എടുക്കായിരിക്കും. അങ്ങനെയുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ മണ്ടയിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇവിടെ നിന്നൊരു 13 കിലോമീറ്റർ ഉണ്ട്. കിട്ടില്ല ഏരിയ. ആരും ഇല്ലായിരുന്നോ അത് കയറും, സമാധാനം ഉണ്ടായിരുന്നു.
ഇവിടെ ആന ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അടിപൊളി സ്ക്രീൻ. ഓ എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് സമാധാനം എന്ന് പറയുന്നത്. കാട്ടിൽ നിന്ന് കയറുമ്പോൾ ഉള്ള ആ ഒരു സമാധാനവും. ഇത്രയും ദൂരം ട്രിവാൻഡ്രത്ത് നിന്ന് തെന്മല വരെ ഞാൻ പൊളിച്ചു. ഞാനായിരുന്നു ഫ്രണ്ടിൽ. ഇവിടെ കയറിയപ്പോൾ ഈ സ്ട്രോങ് പോയി. കാരണം അതിൻ്റെ സസ്പെൻഷനൊക്കെ സോഫ്റ്റാണ്. ലോങ് ട്രാവലാണ്. ഹാരിസൺ മലയാള ഫാക്ടറിയാണ്. അമ്പനാട് ഹില്ലിൽ പോകുന്ന എങ്ങോട്ടാണോ? താഴോട്ടാണല്ലേ? ഇതെങ്ങോട്ടാണോ പോകുന്നാവോ? ഇതെങ്ങോട്ടാണോ? മാമ്പഴത്തറ ചാലിയക്കര പോവാം. ആ വഴി ചാലിക്കര പോയിട്ട് പത്തനാപുരത്ത് ഇറങ്ങാം. ഓക്കെ. നെല്ലിപ്പള്ളി. ഓക്കെ ഓക്കെ. ആ വഴി പുല്ലൂർ പോവാം. നെല്ലിപ്പള്ളി പുല്ലൂർ. പുനലൂർ ഇറങ്ങാം. ആ വഴി പോയാൽ ഇതൊക്കെ ഇവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ സെറ്റിൽമെന്റ്സ് ആണ്. കണ്ട അടിപൊളി അല്ലേ? ഇത് കിടിലം വീട്. കുരങ്ങന്മാരുടെ ശല്യം കാണും. പിന്നെ ഈ പറഞ്ഞ പോലെ ആന, ഈ പറഞ്ഞ പോലെ അവരുടെ വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും കൊണ്ട് സ്ട്രെസ്ഡാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് വേണമെങ്കിൽ ചെറിയ ചെറിയ ട്രിപ്സ് പോവുക, നമ്മളെ കൂടെയുള്ളവരെ കൊണ്ടുപോവുക. പക്ഷേ ഇതാണ് വഴി. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഇനി ഒരു 11 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഈ വ്യൂ കണ്ടിട്ട് നമ്മൾ നിർത്തിയതാണ്. എനിക്ക് പറഞ്ഞ ഇതൊരു മിനി എന്താ പറയുക, മൂന്നാറാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ. ആർക്കെങ്കിലും അറിയാമോ? ഇതൊക്കെ ട്രാവൽ വ്ളോഗ്സ് ഞാൻ ഷൂട്ട് ചെയ്ത് ഒരുപാട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. രജിസ്ട്രേഷൻ്റെ പരിപാടി, പിന്നെ വർക്ക് പരിപാടി, പിന്നെ പേഴ്സണൽ ലൈഫ്, ഇതെല്ലാം കൂടെ ആകുമ്പം പിന്നെ എനിക്ക് വേറെ ഒന്നിനും ടൈം കിട്ടത്തില്ല. പിന്നെ യൂട്യൂബ് ചാനൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതൊരു ബിഗ് ടാസ്ക്കാണ് കഴിച്ചു. അപ്പോൾ ഇനി റെഗുലറായിട്ടുള്ള വീഡിയോ വരും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. അപ്ലോഡിങ് more videos guys. Wow. എൻ്റെ അമ്മോ സൂപ്പർ. ഒരു ക്യാമറയിൽ ഒരു മിനി മൂന്നാർ എഫക്റ്റ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ. അടിപൊളി. wow. താഴോട്ട് നോക്ക് guys. ഇതൊക്കെ എസ്റ്റേറ്റ് ഹാരിസൺ ഫോർഡിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. പ്ലാന്റേഷൻ ആയിരിക്കും എനിക്ക് ഓർമ്മ. നമ്മുടെ ട്രിവാൻഡ്രത്തു നിന്നൊക്കെ ജസ്റ്റ് 1 ഡേ ഒരു ട്രിപ്പ് പോയി വന്നിട്ട് പോവാം. അടിപൊളി. മറ്റേ ഒരു ഫോട്ടോ ഉണ്ട്. ഇത് നീ നിർത്ത്, അങ്ങോട്ട് നിർത്തും. അപ്പം കുറച്ചുകൂടെ വ്യൂ കിട്ടും. കുറച്ചുകൂടെ അങ്ങോട്ട് വന്നിട്ടേ അതിൻ്റെ ഫോട്ടോ എടുത്തിടാം. ഇതൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് ആണ്. ആന, അതുപോലെ പന്നി, ഇതൊന്നും കയറാതിരിക്കാൻ വേണ്ടി. ഇവിടെ നോർമലി എല്ലായിടത്തും ഈ സംഭവം ഉണ്ട്, സെറ്റിൽമെൻ്റ് ഉള്ളിടത്തൊക്കെ. കാരണം ആൾക്കാർ ഇടയ്ക്ക് വെച്ച് ഇത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ളൊരു സ്ഥലം ഇവിടെ വന്ന ആർക്കെങ്കിലും അറിയാമോ? സൂപ്പർ. അടിപൊളി കേട്ടോ. അങ്ങോട്ട് ഇറങ്ങുന്ന വാ. ഇവിടെ ഇറക്കി ജസ്റ്റ് ഒന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം. ഇതാണ്ടാ ഇപ്പം മഴ ഈ പുനലൂർ സൈഡ് മഴ കുറവുണ്ടെന്ന് തോന്നുന്നു. അതാണിപ്പം അധികം വെള്ളമില്ല. പക്ഷേ ട്രിവാൻഡ്രം സൈഡൊക്കെ എന്നും ഡെയിലി മഴയുണ്ട്. അത് ഇപ്പം പറഞ്ഞു വന്നാൽ ചിറാപ്പുഞ്ചി ആയി ട്രിവാൻഡ്രം, നമ്മുടെ പൗർക്കട ആ സൈഡൊക്കെ. എന്ത് വ്യൂ അല്ലേ നോക്ക്.
അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? ഇവിടെ മെജോറിറ്റിയും കൃഷിയാണ് ഗൈസ്. കാരണം അതാണ് അവരുടെ ജോലി. അത് ഈ മല കംപ്ലീറ്റ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൃഷി ചെയ്യുന്നത് എത്ര മണിക്കൂർ, എത്ര ദിവസത്തെ ജോലിയായിരിക്കും. പക്ഷെ ഇവർക്ക് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അതിനുള്ള റിട്ടേൺസ് ഒന്നും കിട്ടുന്നില്ല. അതൊക്കെ മാറണം. മാറേണ്ട കാലം കഴിഞ്ഞു. ഇവിടുത്തെ ആൾക്കാരുടെ പിടുത്തോടും പൊളിറ്റീഷ്യൻസിൻ്റെ പിടുത്തോടും കൊണ്ടാണ് ഇവരൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. റോഡ് അതുകൊണ്ട് ഈ കാണുന്ന ക്വാളിറ്റിയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നല്ല കുഴിയുണ്ട്. എക്സ്പേർട്സ് ഈ പറഞ്ഞ അഡ്വഞ്ചർ ബൈക്സിന് ഈസിയാണ്. R15 കുറച്ച് പാടാണ്. ഇൻ ദ സെൻസ് R15 സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ്. കുറച്ചല്ല, നല്ല ഹാർഡാണ്. അടുത്തത് നൈസ്, സൂപ്പർ അല്ലേ? നീ ഇത്രയും പ്രതീക്ഷിച്ച എന്താണ് ഞാൻ പറഞ്ഞപ്പോൾ? വാ, ഇതാണ് എൻ്റെ റൂട്ടുകൾ. ഇവിടെ കണ്ടോ കുറച്ച് ഇരുട്ടി. 12 1 മണി അടുപ്പിച്ചായതേ ഉള്ളൂ. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, ചെറിയ ചെറിയ വീടുകൾ. പക്ഷേ ഇവർക്ക് കാശും സമ്പത്തൊന്നും ഇല്ലെങ്കിൽ ഇവർക്കൊക്കെ സമാധാനമുണ്ട്. അല്ല, ഇതൊക്കെയാണ് ടിപ്പിക്കൽ തമിഴ്നാട് സ്റ്റൈല് അമ്പലം. നോക്കി, ഇത്ര കാണത്തുള്ളൂ. വലിയ ആർഭാടമൊന്നും കാണത്തില്ല. കണ്ടോ, ചെറിയ അമ്പലം, പഴയ വീട്. ഇതൊക്കെ അവർ താമസിക്കുന്ന ഏരിയയാണ്. ഇവിടുത്തെ ആൾക്കാർ, ഈ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരില്ലേ അവർ. ഞാൻ ഒറ്റയ്ക്കല്ലെങ്കിൽ കൂടിപ്പോയി എൻ്റെ വേറെ ഒരു ഫ്രണ്ട് കൂടെ കാണാം. നമ്മൾ ഇങ്ങനെ പോകത്തുള്ളൂ. ഗ്രൂപ്പ് റൈഡ് ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. കാരണം നമ്മൾ ഗ്രൂപ്പ് റൈഡ് അടിച്ചു കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യത്തില്ല. ബാക്കിയുള്ളവരുടെ കാര്യവും നോക്കി അവർ സ്റ്റോപ്പ് ചെയ്യുന്നിടത്ത് നിർത്തി ചുമ്മാ നമ്മുടെ സമയം പോകും. നമുക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ പ്രിഫറബിളി സോളോ റൈഡ്സാണ് കൂടി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ പാഷൻ കണ്ടുപിടിക്കുക. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു പാഷൻ അതെന്താണെന്ന് നിങ്ങളുടെ ലൈഫിൽ കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, മോർ ദാൻ എനിത്തിങ്. പഠിക്കുക, ജോലി കിട്ടുന്നവർക്ക് പാർട്ണറെ കിട്ടും. പക്ഷേ മോർ ദാൻ ദാറ്റ്, ഫൈൻഡിങ് യുവർ പാഷൻ ആൻഡ് ഫൈൻഡിങ് ദാറ്റ് റീസൺ ടു ലിവ്, റീസൺ ടു അവർ ലൈഫ്, അതാണ് വേണ്ടത്, ഇമ്പോർട്ടൻ്റ്. ഐ ഫൗണ്ട് മൈൻ. ഞാൻ എൻ്റെ കണ്ടുപിടിച്ചു എന്താണെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പഠിക്കുക, പിന്നെ നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇതുപോലുള്ള മോട്ടോ വ്ളോഗിങ് കണ്ടന്റിന് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ലേ. വീഡിയോ ഷെയർ ചെയ്യുക. ഇനി അങ്ങോട്ട് മിക്കവാറും കട്ടറായിരിക്കും. എങ്ങനെയുണ്ട്? ആവും. ഇപ്പോൾ ഒരു വെയിലും എടുത്തൊരു വീഡിയോ ഇട്ട് ഇട്ട് അടിപൊളിയായിരിക്കും. കാണുന്ന പോലെ അല്ല. ഇനി അങ്ങോട്ട് മിക്കവാറും സീനായിരിക്കും. കാരണം മഴയൊക്കെ പെയ്ത് റോഡൊക്കെ കുളമായി കിടക്കുവാണ്. കംപ്ലീറ്റ് പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ്. ഇഷ്ടം പോലെ കട്ടറുണ്ട്. അപ്പോൾ അതിന് പ്രിപ്പയർഡായിട്ട് വരികയാണ്.
ഇവിടെ കണ്ടാൽ നമ്മൾ ശരിക്കും പൊന്മുടിയാണ്, പക്ഷേ അത് സെയിമാണ്. ഈ ഒരു ഏരിയ കണ്ട എക്സാക്ട് പൊന്മുടി. ഇവര് മിനി മൂന്നാറാണ്. അമ്പു കൂടി കേട്ടോ. സന്തോഷം ഇതേ കാണുന്നുണ്ടോ അവിടെ? നീ സന്തോഷിന് അറിയത്തില്ലായിരുന്നു. ഡേ എങ്ങനെയുണ്ട് റൈഡ്? നീ പറ, സൂപ്പറാ. നീ ഇന്നാളെ പോയല്ല, കന്യാകുമാരി ചെന്ന് വെയിൽ കൊണ്ടിട്ട് വന്നല്ല. ആ എൻജോയ് ചെയ്തില്ലേ? വേറെ ഇതൊക്കെയാണ് റൈഡെന്ന് പറയണ. എൻജോയ് ഫീൽ നേച്ചറിനെ. നിങ്ങൾക്ക് ബൈക്കിൽ വന്നാൽ ഇങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളെ ടൈം. സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം നമ്മൾ തമ്മിലുള്ള റാപ്പും അങ്ങനെയാണ്. നമുക്ക് എവിടെ നിർത്തണം അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ഷോർട്ട് പ്രോസസ്സൊക്കെ സെയിം ആണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. റൈഡിങ് ബഡീസ്. ഈസ്റ്റോ മുന്നിൽ പറ്റിയ റോഡാണ്. അതാടാ നിൻ്റെ വണ്ടിക്ക് പറ്റിയ റോഡാണ്. വാവ് കിട്ടില്ലെങ്കിൽ നോക്കി കണ്ട. ഇതൊക്കെ തേയിലയാണ്, തേയില പ്ലാന്റേഷനാണ്. ഇവിടുന്ന് തുടങ്ങി ഞാൻ മാക്സിമം അൺകട്ടായിട്ട് എഡിറ്റ് ചെയ്യാത്ത വീഡിയോ ഞാനിടാം യൂട്യൂബിൽ. നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണേ. എന്നാലേ എനിക്ക് ഇനി ഇത് കണ്ട മച്ചമ്പി നമ്മുടെ ലൈഫിൽ ഇതൊക്കെ എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഡ്രീംസ് വച്ചിട്ട് മരിക്കല്ലേ, മെമ്മറീസ് വെച്ചിട്ട് മരിക്കണം. അതാണ് നമ്മുടെ ഗോൾ. എൻ്റെ ഗോളാണ്. കണ്ടോ അതിൻ്റെ ഹാബിറ്റായിട്ടാണ്. ഇതിൻ്റെ ഹാബിറ്റായിട്ടെന്ന് പറഞ്ഞാൽ ട്രാഫിക്. അതാണ് നിങ്ങളടുത്ത് നിങ്ങൾക്ക് ചേരുന്ന ബൈക്ക് സെലക്ട് ചെയ്യാൻ പറയുന്നത്. ഇപ്പം ചിലവർക്ക് അഡ്വഞ്ചർ ആയിരിക്കും, ചിലവർക്ക് ഇതുപോലുള്ള സൂപ്പർ സ്പോർട്സ് ആയിരിക്കും, ചിലവർക്ക് നോർമൽ ബൈക്കായിരിക്കും, ചിലവർക്ക് ക്രൂസേഴ്സ് ആയിരിക്കും. അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി, ഓരോരുത്തരുടെ ബോഡി ഷേപ്പ്, ബോഡി പൊസിഷൻ, കംഫർട്ട് തോന്നുന്ന രീതിയിൽ ആയിരിക്കണം. അല്ലാതെ എല്ലാവരും പറയുന്നതായിട്ട് പോയി വണ്ടി എടുക്കരുത്. നിങ്ങൾ ആദ്യം പോയി പഠിച്ച് ഏത് വണ്ടി വേണമെന്ന് മൈൻഡിൽ തീരുമാനിച്ചിട്ട് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. അതൊരു പ്രാവശ്യം പോയി ചെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു 10 കിലോമീറ്റർ അറ്റ്ലീസ്റ്റ് പല പല കണ്ടീഷനിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് വണ്ടി എടുക്കണം. കയറി പോകുന്നുണ്ടോ? അതിൻ്റെ സസ്പെൻഷൻ ഇതൊന്നും ഒരു വിഷയമല്ല. വണ്ടി പോകണം, ഹൈവേയിൽ പൊളിക്കുക, അത്യാവശ്യം ഓഫ് റോഡ് അടിക്കുക. എൻജിനാണെങ്കിൽ ബട്ടർ സ്മൂത്താണ്, റിലയബിളാണ്. സുസുക്കിയുടെ എൻജിൻ റിലയബിളാണ്. ഒന്നും അറിയത്തില്ല കറക്റ്റായിട്ട് ഓയിലൊക്കെ മാറുവാണെങ്കിൽ. പക്ഷേ പാർട്സ് കിട്ടാൻ കുറച്ച് പാടാണ് സുസുക്കിയുടെ. ഇൻ കേസ് ഓഫ് ക്രാഷ് ആയി കഴിഞ്ഞാൽ പാർട്സ് കിട്ടാൻ പാടാണ്. നമ്മൾ കയറിയപ്പോൾ കോറ ഫീൽ ചെയ്ത് തുടങ്ങി. കാരണം കണ്ടോ ചെറുതായിട്ട് ഡേയിലായിട്ട് പോയി, ദൂരം പോയി. വാവ് അകത്തോട്ടാണോ പൈസ അടയ്ക്കണം? പൈസ ടിക്കറ്റ് എടുക്കണം. ഇവിടെ ടിക്കറ്റ് എടുക്കണം. പൈസ ടിക്കറ്റ് എടുത്തിട്ട് പോവാം. സോ ഇതാണ് എൻട്രി. ഇവിടുന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അമ്പനാട് ഹിൽസിൽ പോകുന്നത്. ഇങ്ങനെയുണ്ട് പൊളി അല്ലേ ഗായ്സ്, പൊളി. ഇത് ഇവിടുത്തെ ലോക്കൽ സെറ്റിൽമെൻ്റാണ്. കണ്ടോ നമ്മൾ അമ്പനാട് ഹിൽസിൻ്റെ ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം മുകളിലോട്ട് കയറാൻ. ഇവിടെ മുകളിൽ കയറിയപ്പം ചെറുതായിട്ട് കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, തണുപ്പ് ഫീൽ ചെയ്ത് തുടങ്ങി. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് കേട്ടോ?
ഇനി ഇവിടുന്ന് 4 കിലോമീറ്റർ ഉണ്ട്. താങ്ക് യു. ഇതാണ് ഇവിടുത്തെ എത്തുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ടാണ് കേട്ടോ, താഴോട്ടല്ല. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടുന്ന് 4 കിലോമീറ്റർ ഉണ്ട്. 4 കിലോമീറ്റർ ഉണ്ടോ? ചെറുതായിട്ട് മഴ തൂക്കുന്നുണ്ട് കേട്ടോ. മഴയാണോ കോടയാണോ എന്ന് അറിയത്തില്ല, പക്ഷേ സംഭവം തൂക്കുന്നുണ്ട്. കണ്ടോ നമ്മൾ മരമൊക്കെ നിൽക്കുന്നുണ്ട്, അറിയാത്തതാണ്. പണിയായി ഗൈസ്, പണിയായി. അതാ അമ്പാടി ഹിൽസ് നമ്മൾ വഴിയിലൂടെ കയറി വരുമ്പോൾ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് മുകളിലാണ് സെക്കൻഡ് വ്യൂ പോയിൻ്റ്. അപ്പോൾ കണ്ട അതൊക്കെ വണ്ടി കയറ്റി വെച്ചിട്ട് കിട്ടില്ല വ്യൂ. എങ്ങനെയുണ്ട്? അവിടെ നിന്നേ തുടങ്ങാം. കണ്ട അത് വിതുരയാണ് ആ സൈഡെന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്? പൊളി വൈബ്. മഴ വരുന്നുണ്ട്. അപ്പം കാരണം കേട്ടോ മുകളിൽ കാർമേഘം വന്ന് കയറുന്നുണ്ട്. നമുക്ക് മഴയ്ക്ക് മുമ്പേ മുകളിൽ കയറിയിട്ട് ഇറങ്ങാം. എങ്ങനെയുണ്ട് ഗൈസ് അമ്പനാട് ഹിൽസ്? അതൊക്കെ ടീ എസ്റ്റേറ്റും അവിടെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെയാണ്. ഹാരിസൺ മലയാളത്തിൻ്റെ അവിടെ തന്നെ കുറച്ച് ആളുകളെ സെറ്റിൽമെൻറ്റ്സൊക്കെ ഉണ്ട്. ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് അമ്പനാട് ഹില്ലിൻ്റെ മുകളിലെത്തി അല്ലേ സന്തോഷേ? നമ്മൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് നല്ല മഴ പെയ്തു, അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ബാക്കിയൊക്കെ ഗോപ്രോയിൽ കിട്ടിയിട്ടുണ്ട്. വഴി വലിയ കുണമൊന്നുമില്ല, പൊട്ടിപ്പൊളിഞ്ഞ വഴിയാണ്. പക്ഷേ പോളി സ്പോട്ട് ഇനി കുറച്ചുകൂടെ കയറാനുണ്ട്, എന്നാലേ മുകളിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് കയറി വന്നപ്പം തോണ്ട കിടക്കുന്ന ആനപ്പിണ്ടം. ഇത് ആനത്താരാണ്, ആന ഇറങ്ങി വരുന്നത്. അപ്പോൾ ആ സൈഡോടെ ഉണ്ട്. അതുപോലെ മഴ വരുന്നുണ്ട്, അപ്പോൾ അതിന് മുമ്പേ മുകളിൽ കയറിയിട്ട് ഇറങ്ങണം. ഇനി കുറച്ചും കൂടെ പോകാനുണ്ട്. അപ്പോൾ ഇവിടെ നൈസായിട്ടൊരു സ്പോട്ട് കിട്ടി. അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഗോപ്രോയിൽ വെട്ടമില്ലാത്തതുകൊണ്ട് എന്തുമാത്രം ക്ലാരിറ്റിയോടെ ഇവിടെ കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. എങ്ങനെയുണ്ട്? പാറ ഉണ്ടോ? സന്തോഷം എങ്ങനെയുണ്ടോ? സൂപ്പറല്ലേ? ഫോട്ടോ എടുക്കാം. ഇത് കണ്ടോ? നൈസ് സ്പോട്ട്. സമാധാനമല്ല, വണ്ടി എടുത്തിട്ട് കിടിലൊരു റൈഡായില്ലേ? വണ്ടി എടുത്തിട്ട് അധികം റൈഡ് പോയിട്ടില്ല. ഇനി ബാക്കി മുകളിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ മഴ കാരണം ഗോപ്രോ ഒക്കെ ഹെൽമെറ്റിൽ നിന്ന് സെറ്റ് ചെയ്തു ബാഗിൻ്റെ അകത്ത് വെച്ച്. കാരണം ഇവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ചില്ലറ മഴയൊന്നുമല്ല പെയ്യുന്നത്. ഗൈസ് അങ്ങനെ നമ്മൾ അമ്പനാട് ഹിൽസിൻ്റെ ടോപ്പിലെത്തി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പൊളി വ്യൂ ആണ്. കണ്ടോ, ഈ വഴി കംപ്ലീറ്റ് ആന തൂറി ഇട്ടൊക്കെയാണ്, ആനത്താരാണ്. നമ്മുടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് വെച്ച്. എങ്ങനെയുണ്ട്? പക്ഷേ ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല, മഴ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. എങ്ങനെയുണ്ട്? കോട ഇറങ്ങുന്നുണ്ടോ? വാവ്, ഈ കാടിൻ്റെ അകത്ത് വരുമ്പോഴുള്ളൊരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഇവിടെ വന്ന് നിങ്ങൾ എൻജോയ് ചെയ്യണം ആ മഴ കടുത്ത്. ഇതാണ് ഇവിടുത്തെ വ്യൂ. അവിടെയൊക്കെ മലകളാണ്, ഒന്നും കാണാൻ പറ്റത്തില്ല, കോട നിറഞ്ഞു കിടക്കുവാണ്. നല്ല മഴയാണ്. മഴ കാരണം ഇവിടെ നിൽക്കാൻ വയ്യ. പക്ഷെ ഇപ്പം കുറച്ച് കുറഞ്ഞു, അപ്പോൾ കോട ഇറങ്ങി. കണ്ട, ഇത് കംപ്ലീറ്റ് കോടയാണ്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അതൊക്കെ കോട മറഞ്ഞു കിടക്കുവാണ്. പൊളി, കംപ്ലീറ്റ് കോടയായി. എങ്ങനെയുണ്ട്? അത് തെന്മല റോസ്മല സൈഡാണ്, അപ്പുറ സൈഡ്.
ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ ഉള്ള ആ മനസമാധാനം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഗൈസ്. സന്തോഷം. നമുക്ക് ഒരു ദിവസം മഴ ഇല്ലാത്ത ഒരു ദിവസം വരാം കേട്ടോ. ഇപ്പോഴും മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, പക്ഷെ കാറ്റുള്ളതുകൊണ്ട് മഴ അങ്ങ് പോയി അല്ലടാ. ഇപ്പം കുറച്ച് വെയിൽ കയറുന്നുണ്ട്, അടിപൊളി. അത് കുട പോകുന്നുണ്ടോ? ഇതാണ് അമ്പനാട് ഹിൽസ് ഫോർ യു ഗൈസ്. ഇതിൻ്റെ താഴെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, പക്ഷെ അതിനെക്കാട്ടിയും പൊളി ഇതാണ്. പക്ഷേ ഇതുവരെയൊക്കെ വരാവൂ, സേഫായിട്ടൊക്കെ ഇവിടെ വരുന്നത് നിൽക്കണം, കാരണം ചരക്കൊക്കെ പോയാൽ പിന്നെ കിട്ടത്തില്ല, താഴെ കുഴിയാണ്. അപ്പോൾ വിത്തിൻ യുവർ ലിമിറ്റ്സ് ബി സേഫ്. എവിടെ പോയാലും വെള്ളമാണെങ്കിലും ശരി, ഇതുപോലെയുള്ള ഹില്ലി ഏരിയ ആണെങ്കിലും ശരി, സ്ലിപ്പാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളെ സേഫ്റ്റിയും മറ്റുള്ളവരുടെ സേഫ്റ്റിയും നോക്കിയിട്ട് കണ്ട് എൻജോയ് ചെയ്തിട്ട് വീട്ടിൽ പോകുക, അല്ലാതെ അവിടെ വന്നിട്ട് അലമ്പം കാണിച്ച് അഡ്വഞ്ചറസ് ആവാനൊന്നും നോക്കരുത്. പോയാൽ നിങ്ങളുടെ വീട്ടുകാർക്ക് പോകും. അപ്പോൾ ബി സേഫ് ഗൈസ്. എവിടെ പോയാലും പ്ലാസ്റ്റിക് ഇടാതിരിക്കുക, ഇങ്ങനെയുള്ള ഏരിയയിൽ ചവറിടാതിരിക്കുക, നിങ്ങളെ സേഫ്റ്റി നോക്കുക, മനസ്സിലാകാം. ബാക്കി മറ്റുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കാൻ നോക്കുക, കാരണം അവർ എൻജോയ് ചെയ്യാൻ വന്നതാണ്, ആർക്കും സ്പേസ് കൊടുക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ അമ്പനാട് ഹിൽസ്. ഇന്ന് തിരിച്ച് ഈ മഴ കടുക്കുന്ന മുമ്പ് താഴോട്ടിറങ്ങണം. ഇവിടുന്നൊരു 10-20 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ വീണ്ടും ഇനി അടുത്തൊരു വ്ലോഗിൽ കാണാം. ഇതുകൊണ്ടോ ആ മലയിൽ കംപ്ലീറ്റ് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. എവിടെ ചെന്നാലും നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ കാണിക്കും. ഇതൊന്നും ചെയ്യല്ലേ ഗൈസ്, പ്ലീസ്. ഇങ്ങനെയുണ്ട് കോട ഉണ്ടോ? ഓക്കെ എന്നാ ശരി, അടുത്ത വ്ലോഗിൽ കാണാം. സന്തോഷം, എല്ലാം പറയണ്ട. One of the best place, first ride, best ride with the beach show. അവൻ്റെ പുതിയ ബൈക്കാണ്, എൻജോയ് ചെയ്തു. Full of it. Take care. ബൈ ബൈ. അപ്പോൾ അടുത്തൊരു വ്ലോഗിൽ കാണാം. നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോകും, നല്ല മഴ. അപ്പോൾ സീ യു ഗൈസ് ഇൻ സം അദർ വീഡിയോ. ബൈ ബൈ.